മലപ്പുറം വള്ളിക്കുന്നിൽ മഞ്ഞപ്പിത്തം പടരുന്നു. അത്താണിക്കലിൽ മാത്രം 284 രോഗബാധയാണ് റിപ്പോർട്ട് ചെയ്തത്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ 459 രോഗബാധിതരുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച 15കാരി ഇന്നലെ മരിച്ചിരുന്നു. വിവരങ്ങളുമായി അരുൺ അമൃതനാഥ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ മഞ്ഞപ്പിത്ത ബാധ ഇപ്പോൾ ഈ മഴയും ചൂടും ഒക്കെ ഉണ്ടാവുന്ന ഈ സമയത്തൊക്കെയും അതികഠിനമായി തന്നെ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇതുവരെ? ഗുഡ് മോർണിംഗ് മോത്തി. ആദ്യം തന്നെ ഈ വേനൽക്കാലത്താണ് ഈ രോഗബാധ ഇങ്ങനെ പടർന്നു പിടിച്ചു തുടങ്ങിയത്. മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലവർഷത്തും അതിനൊരു ശമനമില്ല എന്നുള്ള സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത്. ആദ്യം നിലമ്പൂര് കഴിഞ്ഞുള്ള പോത്തുകൽ എന്ന് പറയുന്ന മേഖലയിലായിരുന്നു ആദ്യം രോഗവ്യാപനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വള്ളിക്കുന്ന് മേഖലയിൽ രൂക്ഷമായ ഒരു രോഗവ്യാപനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അത്താണിക്കൽ എന്ന പ്രദേശത്ത് മാത്രം 284 രോഗബാധിതരുണ്ട്. ആകെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ 500ഓളം രോഗബാധിതരുണ്ട് എന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ മരണവും തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ 15 വയസ്സുകാരി രോഗം ബാധിച്ച് മരിക്കുന്ന ഒരു സ്ഥിതിഗതിയും ഉണ്ടായി. നേരത്തെ തന്നെ ഈ ആരോഗ്യവകുപ്പ് പോത്തുകൽ മേഖലയിൽ ഈ രോഗം പടർന്നു തുടങ്ങിയപ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. ഇന്ന് DMO മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ യാതൊരു ശമനവുമില്ലാതെ ഇത്തരത്തിൽ രോഗം പടരുന്നത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി എന്നുള്ളത് തന്നെയാണ്. രോഗബാധിതരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ തന്നെ മരണം സംഭവിക്കുന്നത് കൂടി ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പടരുമ്പോൾ ഒരു ആശങ്കയ്ക്ക് വകയാക്കുന്നുണ്ട്. മോത്തി. ശരി, അരുൺ അമൃതനാഥ്.